RSSകാരും VHPക്കാരും ബജ്രംഗ് ദളുകാരും ഒന്നും അങ്ങനെ തുള്ളണ്ട. കാരണം ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന നിങ്ങളെല്ലാം ഇന്ത്യക്കാരല്ല. നിങ്ങളും ഇന്ത്യയിലേക്ക് പുറത്തു നിന്ന് വന്ന വിദേശികളാണ്. പറഞ്ഞിരിക്കുന്നത് മാർത്തോമാ സഭയുടെ കാതോലിക്ക ബാവ മാത്യൂസ് തൃതീയൻ ബാവയാണ്. സാർ കണ്ടായിരുന്നോ? ഞാനത് കണ്ടിരുന്നു. അദ്ദേഹം അത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേറെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നവരാണോ? അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്തവ രാജ്യമായിരുന്നു അതിന് മുമ്പ് ഇന്ത്യ. അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബാക്കി രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നെടുക്കാം. ശരി. ആദ്യം അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മതഭ്രാന്തന്മാരെ മുഴുവനും സർക്കാർ കർശനമായി നിയന്ത്രിച്ച് നിർത്തണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ലതല്ലേ? നല്ലതാണ്. രണ്ടാമത് പിന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, AD 52 തന്നെ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിനകത്ത് വന്നേക്കണം ഈ ഒറ്റ പ്രസംഗം. 52. അപ്പോൾ ഇത് നമുക്കൊന്ന് പരിശോധിക്കുക തന്നെ വേണം. ആദ്യം നമുക്ക് ഇത് ഹിന്ദുക്കൾ എല്ലാം വന്നവരാണ് എന്നുള്ളൊരു കാര്യം അത് വളരെ തുറന്ന് പറയണമെങ്കിൽ ഒരു DYFI നിലവാരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനമാണ്. അല്ല, ഈ പുള്ളിക്കാരൻ പഴയ DYFIക്കാരനായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ശരിയാണ്. ആ ചരിത്ര വ്യാഖ്യാനത്തിന് ആ നിലവാരം മാത്രമേ ഉള്ളൂ. അത് ഒരു മതമേലധ്യക്ഷൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ട ചരിത്ര വ്യാഖ്യാനമല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആര്യനൈസേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ യൂറോപ്യൻകാരും ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ ചരിത്ര നിർമ്മിതിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലീനിയർ കോൺസെപ്റ്റ് ഓഫ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു രേഖീയമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യവംശം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എല്ലായിടത്തേക്കും പരന്നുപോയി. ആ മനുഷ്യവംശത്തിലെ ഏറ്റവും സമുന്നതരുടെ ഒറിജിൻ, അവരുടെ ഉത്ഭവം യൂറോപ്പിലാണ്. ആ യൂറോപ്പിൽ ഏറ്റവും സംശുദ്ധരായ ആര്യന്മാരെവിടെയാണ്? അത് ജർമ്മനിയിലാണ്. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഏറ്റവും സംശുദ്ധനായ ആര്യൻ ആരാണ്? അത് ഹിറ്റ്ലറാണ്. ഈ എന്ന് പറയുന്ന തികച്ചും അയുക്തികമായ ഒരു സിദ്ധാന്തത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യാജ ചരിത്ര നിർമ്മിതിയാണ് ഈ ആര്യനൈസേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം. അതിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബ്രാഹ്മണർ വന്ന്, അപ്പോൾ ബ്രാഹ്മണർ അതിൽ നിന്ന് വന്നിട്ടാണ് ബ്രാഹ്മണ മതം വന്നത് എന്നൊക്കെ ഇവർ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അത് വളരെ ബാലിശ്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകളില്ലാത്ത യുക്തിയില്ലാത്ത ഒരു ചരിത്രബോധത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് സഹസ്രാബ്ദങ്ങളായി യേശുദേവൻ ജനിക്കുന്നതിനും 3000 കൊല്ലങ്ങൾക്കെങ്കിലും അപ്പുറത്ത്, അല്ലെങ്കിൽ 5000 കൊല്ലത്തിന് അപ്പുറത്ത് ഉത്ഭവം കൊണ്ട ഒരു മഹാസംസ്കാരത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മതമേലധ്യക്ഷൻ ശ്രമിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം. സാർ വളരെ വിനയപൂർവ്വം പറയുന്നത്. അതെ, ഇത്തിരി വിനയം കുറച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഹിന്ദുക്കളെക്കുറിച്ച് അവരുടെ ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പോയിട്ട് മറ്റേ യാക്കോബക്കാരുമായിട്ടുള്ള അടിയൊന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളായിരുന്നു. അല്ലേ? അവരുടെ പള്ളി പിടിച്ചെടുക്കുന്നു, അവരുടെ ശവം അടക്കാൻ പോലും സൗകര്യം ചെയ്തു കൊടുക്കാത്ത ഒരു സഭയുടെ മഹാനായ നേതാവാണ് ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത്? മതഭ്രാന്തന്മാരെ ഭരണാധികാരികൾ ജയിലിലടക്കണം. ഞാൻ 110% യോജിക്കുകയാണ്. കാരണം എന്താ ഒരു മതഭ്രാന്തൻ്റെ ലക്ഷണം? മതഭ്രാന്തൻ എപ്പോഴും ദൈവത്തിനും മനുഷ്യനും എതിരെ പ്രവർത്തിക്കുന്നവനാണ് മതഭ്രാന്തൻ. ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ ഹി വിൽ ഓൾവേസ് ആക്ട് അഗൻസ്റ്റ് മാൻ ആൻഡ് ഗോഡ്. ഈ രണ്ടു പേർക്കും എതിരെ കുറ്റകൃത്യം ചെയ്യുന്നവനാണ് മതഭ്രാന്തൻ. എനിക്ക് വിനയപൂർവ്വം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്നറിയാമോ? ഈ മതപരിവർത്തനം ഒരു മതഭ്രാന്താണ് എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു, ദൈവത്തിനും മനുഷ്യനുമെതിരെ പ്രവർത്തിക്കുന്നതാണ് മതഭ്രാന്തെങ്കിൽ ഗോവയിലേക്ക് പോയപ്പോൾ ഗോവ ഇൻക്വിസിഷൻ ഉണ്ട്. അത് പോയി 10,000-കണക്കിന് ഹിന്ദുക്കളെ മതം മാറാൻ വേണ്ടി കൊലപ്പെടുത്തി. ഞാൻ ഈയിടെ ഒരു വിചിത്രമായ ആയുധം കണ്ടു. മതം മാറാൻ തയ്യാറാവാത്ത സ്ത്രീകളുടെ മാറിലേക്ക് ഘടിപ്പിച്ചിട്ട് അത് പറിച്ചെടുക്കുന്ന ആയുധങ്ങളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന ദൈവനാമത്തിൽ, യേശുദേവന്റെ നാമത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ചെയ്ത ക്രൂരതയാണ്. അത്രയ്ക്ക് ഒന്നും ഈ നമ്മുടെ
സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അവർ ടിപ്പുവൊക്കെ വന്ന് വെട്ടിയങ്ങ് കൊന്നിട്ടേ ഉള്ളൂ. ഒറ്റ വെട്ടിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഭീകരതയാണ് ഗോവയിൽ ചെയ്തത്. അല്ല, ഗോവ ഇൻക്വിസിഷൻ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളിലൊന്നാണ്. ആ ചെയ്ത ആളെ ഇവർ പുണ്യാളനായിട്ട് പ്രഖ്യാപിച്ചു. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സഭയല്ല, അത് കത്തോലിക്ക സഭ. ഏത് സഭയാവട്ടെ, കത്തോലിക്ക സഭയാണെന്ന് അദ്ദേഹത്തിന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ മതപരിവർത്തനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ മതപരിവർത്തനം? മതപരിവർത്തനം മനുഷ്യനും ദൈവത്തിനും എതിരെയുള്ള കുറ്റകൃത്യമാണ് എന്ന് അതിന് നിർവചിച്ച ആരാണെന്നറിയാമോ? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയേക്കാൾ മഹാനാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ തിരുമേനി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് മാത്രവുമല്ല, അദ്ദേഹം വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടി ചെല്ലുന്നവൻ വിപണിയിൽ തൻ്റെ ഉൽപ്പന്നം വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു വിൽപ്പനക്കാരൻ മാത്രമാണെന്നാണ്. ആ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ട് വരുവിൻ വാങ്ങുവിൻ എന്ന് പറയുന്നവനെ പോലെയാണ് ഈ മതപരിവർത്തനവാദിയും പ്രവർത്തിക്കുന്നത് എന്നാണ്. മതപരിവർത്തനം അതുകൊണ്ട് തന്നെയാണ് നിയമം മൂലം നിരോധിക്കപ്പെടുന്നത്. ആ നിയമം മൂലം നിരോധിക്കപ്പെടുന്ന മതപരിവർത്തനത്തിൻ്റെ കുറ്റകൃത്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുരോഹിതനായാലും പരമാധ്യക്ഷനായാലും ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. അത് ശിക്ഷിക്കപ്പെടണം. അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുരോഹിതൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് എന്ന് പറഞ്ഞിട്ടതിൽ കാര്യമില്ല. നിയമത്തിൻ്റെ വഴിയുണ്ട്. ആ നിയമത്തിൻ്റെ വഴിയിലൂടെ നീങ്ങി ജാമ്യം കിട്ടുക, വിചാരണ നേരിടുക, അതിനുശേഷം കോടതി ശിക്ഷിക്കുന്നില്ലെങ്കിൽ ശിക്ഷയ്ക്കുണ്ട. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കണ്ടേ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഈ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ഇതിനെതിരെ ഈ രാജ്യത്ത് പ്രതിഷേധിക്കുന്നത് ക്രൈസ്തവർ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, അവരാരും പറയുന്നില്ല. സിഖുകാർക്ക് പ്രശ്നമില്ല, ബുദ്ധമതക്കാർക്ക് പ്രശ്നമില്ല, പാഴ്സികൾക്കില്ല, ജൈനന്മാർക്കില്ല. ക്രിസ്ത്യാനിക്ക് മാത്രം എന്താ ഈ അവരുടെ കാരണം മതപരിവർത്തനം അവരുടെ അജണ്ടയിൽ ഒരു ഭാഗമാണ് ഇവാഞ്ചലൈസേഷൻ. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിട്ടുമില്ല. ഏത് മതപ്രചാരണത്തിലുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഇന്ത്യ ആചരിക്കാൻ അതെ നിങ്ങൾക്ക് ആചരിച്ച് പ്രചരിക്കും. പക്ഷെ ഇവർ പറയുന്ന മതപരിവർത്തനം നടത്താൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധ്യമല്ല. ഭരണഘടനയിലില്ല. ഭരണഘടനയിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇനി അത് ഭരണഘടനയിൽ ഉണ്ടെന്ന് തന്നെ വെക്ക്. ഉണ്ടെങ്കിൽ അത് അമെൻമെന്റ് നടത്തണം. കാരണം ഒരു കാര്യമുണ്ട്, അല്ല അങ്ങനെയല്ല, ഒരു കാര്യമുണ്ട്. ഞാൻ 10,000 വർഷങ്ങളായിട്ട് എൻ്റെ പാരമ്പര്യവും എൻ്റെ പരമ്പരയും അനുഷ്ഠിച്ചു വന്ന ഒരു മതത്തെ മാറ്റാനും ഇത് തെറ്റാണ് എന്ന് പറയാനും ഇവർക്ക് ആരധികാരം കൊടുത്തു? ഏത് ദൈവത്തിൻ്റെ പേരിലാണ് ഇവർ പറയണമെങ്കിലും ആ ദൈവം നമുക്ക് വേണ്ട എന്ന് പറയാൻ മറ്റുള്ളവർക്കും അധികാരമില്ലേ? അതുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് അച്ഛനായാലും കത്തനാരായാലും മെത്രാനാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അറിയില്ല. എന്നെ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്നൊരാൾ വിളിച്ചു, നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഈ മതപരിവർത്തനം ലോബി ആന്ധ്രയിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ആന്ധ്രയിലെ റിമോട്ടായ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ആളെ ഒന്നും മറ്റേ വെള്ളം തെളിക്കുകയല്ല, ഒരു ഗ്രാമത്തിൽ അങ്ങ് ഗ്രാമത്തിൽ വെള്ളം തെളിക്കുന്നത് അത് ക്രൈസ്തവ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് അധികാരം വേണമെന്നാണ് ബാവ ഇരുന്ന് പറയുന്നത്. ബാവയല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല, സാധ്യമല്ല അത്. ഇനി മൂന്നാമത്തെ കാര്യം എടുത്തു നോക്കാം. 52 മുതൽ ക്രിസ്ത്യാനികളുണ്ടെന്ന്. അത് വിശ്വാസമായിട്ട് ബാവ പറഞ്ഞാൽ, തിരുമേനി പറഞ്ഞാൽ അംഗീകരിക്കാം. ചരിത്രമായിട്ട് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്താ കാര്യമെന്നറിയാമോ? കേരള ചരിത്രത്തിലെ 10 നുണകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം MGS നാരായണൻ എഴുതിയ ചെറിയ പുസ്തകം. അതിൽ ഒരു നുണ ഈ 52 സെൻറ് തോമസ് കേരളത്തിൽ വന്ന് നമ്പൂതിരിമാരെ മാർഗം മാറ്റി ക്രിസ്ത്യാനികളാക്കി എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ 52 കേരളത്തിൽ നമ്പൂതിരിമാരില്ല. അപ്പോൾ ഇല്ലാത്ത നമ്പൂതിരിമാരെ മാമോദീസം മുക്കി ക്രിസ്ത്യാനിയാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്പൂതിരിമാരെ അങ്ങനെ വെട്ടിക്കൊന്നു കഥ പറയുന്നു. മൈലാപ്പൂരിൽ അങ്ങനെ പോയെന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 52 സെൻറ് തോമസ് വന്ന് ഇവിടെ ക്രിസ്തുമതം സ്ഥാപിച്ചു എന്നുള്ളത് വെറും വിശ്വാസം മാത്രമാണ്, ചരിത്രം വസ്തുത അല്ല. അത് മുമ്പൊരിക്കലൊരു ബിഷപ്പ് തന്നെ, ഒരു കത്തോലിക്ക സഭയുടെ ഉന്നതനായ ബിഷപ്പ് തന്നെ സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല, കേരളത്തിലല്ല ഇന്ത്യയിലേ വന്നിട്ടില്ല. സെൻറ് തോമസ് വന്നിട്ടുണ്ടെന്ന് തന്നെ വെക്ക്. വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനൊന്ന് നമ്പൂതിരിമാരെ മാർഗം മാറാൻ കിട്ടുമായിരുന്നില്ല.
കാരണം എന്താ വെച്ചാൽ നമ്പൂതിരിമാരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഒരു നുണയാണ് എന്ന് പറഞ്ഞേക്കണ ആരാണെന്നറിയാമോ? MGS നാരായണനാണ്. ചരിത്രത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തിരുമേനിയേക്കാൾ വിശ്വാസം MGSനെയാണ്. കാരണം അത് അദ്ദേഹം പഠിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇനി ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറയണമെങ്കിൽ ഒരു വിരോധവും. അതെ, എന്തും വിശ്വസിക്കാം. അല്ല, അത് വിശ്വസിക്കാം. കാരണം ആ വിശ്വാസത്തിന് യുക്തിയും വസ്തുതകളും സാക്ഷ്യം പറയണമെന്നുമില്ല. നിങ്ങളുടെ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് വിശ്വസിക്കുന്നു, 52 മുതൽ ഞങ്ങളുണ്ട് ഈ കേരളത്തിൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കാൻ അവർക്ക് എല്ലാ അവകാശവുമുണ്ട്. അതിന് ചരിത്രമുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ് വ്യത്യാസം വരുന്നത്. കാരണം ഈ 52 തുടങ്ങി എടുക്കുകയാണെങ്കിൽ 2000 കൊല്ലത്തെ ചരിത്രം എടുക്കണ്ടേ? ഈ 2000 കൊല്ലത്തെ ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഏത് ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലുണ്ട് എന്നൊരു ചോദ്യമില്ലേ? അത് വളരെ പ്രയാസപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഇല്ല, നമുക്ക് ചരിത്രത്തിലില്ല, പക്ഷേ വിശ്വാസത്തിലുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾക്കെല്ലാം അവകാശമുണ്ട്. അവർ വിശ്വസിച്ചോട്ടെ, അതിലൊന്നൊരു വിരോധമില്ല. പക്ഷെ അത് ചരിത്ര വസ്തുതയാണ് എന്ന നിലക്ക് ഒരു സഭയുടെ പരമാധ്യക്ഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടെന്നേ. അല്ല, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ഇനി അദ്ദേഹത്തിന് അത് ബോധ്യം ഉണ്ടായിട്ട് പറയുന്നതാണോ? അറിഞ്ഞുകൊണ്ട് പറയുന്നത് വലിയ കളവല്ലേ, പാപം. അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. പക്ഷേ ഇനി ഒരു കാര്യമുണ്ട്. നേരത്തെ സുനിൽ പറഞ്ഞില്ലേ, എന്നാൽ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് യേശുദേവനോട് ചോദിച്ചു. അപ്പോൾ യേശുദേവൻ അതിന് പറഞ്ഞ മറുപടി 770 വട്ടം എന്നാണ്. 770 വട്ടം എന്ന് പറഞ്ഞാൽ അനന്തമായി ക്ഷമിക്കണം എന്നാണ്. ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ പോലും ഒരു ക്രൈസ്തവ സഭയ്ക്കും മറ്റൊരു സഭയോട് ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുക അടിയോടടിയാണല്ലോ ഇവരും മറ്റവരും കൂടെ. യാക്കോബായ ഓർത്തഡോക്സ്.